മുസ്ലിം ലീഗിനെ വീണ്ടും കടന്നാക്രമിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. മലബാർ കലാപവും മാറാടും മറക്കില്ല എന്ന തലക്കെട്ടിൽ യോഗനാഥം എഡിറ്റോറിയൽ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അജയ് നാഥ് ചേരുകയാണ്. അജയ്, രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചിരിക്കുന്നത്. ആ എഡിറ്റോറിയലിന്റെ ഒരു പൂർണ്ണ രൂപം ഒന്ന് വിശദമാക്കാമോ? മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളിയുടെ ഈ വിമർശനം ഇതാദ്യമല്ല. പക്ഷേ ഈ ഒരു ഘട്ടം, അതായത് പുതിയ UDF സർക്കാർ അധികാരത്തിലേറുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കൂടുതൽ കടുത്ത രൂക്ഷമായ ഒരു വിമർശനവുമായി വെള്ളാപ്പള്ളി രംഗത്തെത്തുന്നത്. സൂചിപ്പിച്ചോളം തന്നെ മലബാർ കലാപവും മാറാടും മറക്കില്ലെന്ന തലക്കെട്ടിലാണ് യോഗനാഥത്തിന്റെ എഡിറ്റോറിയൽ വെള്ളാപ്പള്ളി കുറിക്കുന്നത്. അധികാരം ഉറപ്പായതോടെ മുസ്ലിം ലീഗ് കടുത്ത ഹിന്ദു വിരുദ്ധത്തിലേക്ക് മാറിയെന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രധാന വിമർശനം. ഒപ്പം തന്നെ UDF അധികാരത്തിലേറും മുൻപ് തന്നെ മുസ്ലിം ലീഗ് കേരളം ഭരിച്ചു തുടങ്ങിയെന്നും വെള്ളാപ്പള്ളി സൂചിപ്പിക്കുന്നു. ലീഗിന്റെ മതേതര നിലപാടിനെ എതിർക്കുന്നവരെ മുസ്ലിം വിരുദ്ധരാക്കുന്ന നിലപാടാണ് മുസ്ലിം ലീഗ് എപ്പോഴും സ്വീകരിക്കുന്നത്. അതിന്റെ വർഗീയതയെ എതിർത്തതിനെ തന്നെ തെരുവിൽ അധിക്ഷേപിച്ചു. ഒപ്പം തന്നെ KM ഷാജി ഉൾപ്പെടെയുള്ള ലീഗിന്റെ പ്രവർത്തകരെ ഉൾപ്പെടെ നേതാക്കളെ ഉൾപ്പെടെ തന്നെ വെള്ളാപ്പള്ളി വിമർശിക്കുന്നുണ്ട്. KM ഷാജി മന്ത്രിയാക്കിയാൽ അത്തരത്തിലേക്ക് മതസൗഹാർദ്ദം പൂത്തുലയുമെന്നാണ് ലീഗിന്റെ നിലപാടെന്നാണ് വെള്ളാപ്പള്ളിയുടെ പരിഹാസം. ഒപ്പം സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി കൂട്ടുപിടിക്കുന്നുണ്ട്. തന്നെയും സുകുമാരൻ നായരെയും വലിയ രീതിയിൽ വിമർശനത്തിന് അല്ലെങ്കിൽ അതിലൊരു പ്രതിഷേധത്തിന് ഈ ലീഗ് വഴിതെളിക്കുന്നു. ഭരണത്തിന്റെ മറവിൽ മതതീവ്രവാദികൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ശ്രമമാണ് ലീഗ് നടത്തുന്നത്. അതിനെ ഈ സർക്കാർ ഏത് നിലയിൽ സംരക്ഷിക്കും, അല്ലെങ്കിൽ സർക്കാർ അതിന് കാവൽ നിൽക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം എന്നാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം. ലീഗ് അഭിനയിക്കുന്ന മതേതര നാടകം അത് കപട നാടകമാണ്. അത്തരത്തിലേക്ക് ലീഗിന്റെ ഒരു നിലപാട് ഇനിയും ആവർത്തിക്കാൻ അനുവദിക്കില്ല. അതായത് ഹിന്ദു സമൂഹത്തെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ ലീഗ് നടത്തുന്നത്. ഇനിയും അത്തരത്തിലേക്കുള്ള ശ്രമം നടന്നു കഴിഞ്ഞാൽ അതിനെ ശക്തമായിട്ട് എതിർക്കും. ഒപ്പം തന്നെ SNDP യോഗത്തിനെതിരെ ലീഗ് കനത്ത രീതിയിലുള്ള പ്രതിഷേധവുമായി, അല്ലെങ്കിൽ ലീഗിനെ SNDP യോഗത്തിന് തകർക്കാനുള്ള ശ്രമം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അങ്ങനെ ഇനി ഉണ്ടായാൽ അതിനെ നഖശിഖാന്തം എതിർക്കുമെന്നും വെള്ളാപ്പള്ളി വെല്ലുവിളിക്കുന്നുണ്ട്. അത് ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നത് ആ നിലയിലാണ്. സമുദായത്തെ തകർക്കാൻ ഏത് കൊലകൊമ്പൻ വന്നാലും കൈകാര്യം ചെയ്യുമെന്ന വെല്ലുവിളി കൂടിയാണ് ഈ എഡിറ്റോറിയൽ വെള്ളാപ്പള്ളി പ്രധാനമായും ഉന്നയിക്കുന്നത്. മാറാട് കലാപത്തിന് പിന്നിലെ കൈകൾ ആരുടേതാണെന്ന് അറിയാമെന്നും വെള്ളാപ്പള്ളി സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ലീഗിനെ വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ വെള്ളാപ്പള്ളി കടന്നാക്രമിക്കുന്നു എന്നുള്ളതാണ്. പുതിയ സർക്കാർ അധികാരത്തിലേറുന്ന ഘട്ടത്തിലാണ് ഈ നിലയിലേക്കുള്ള ഒരു കടുത്ത വിമർശനം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. ആ നിലയിൽ ഇനി UDF സർക്കാർ ഏത് നിലയിലായിരിക്കും ഈ ലീഗിനെ കൈകാര്യം ചെയ്യുന്നത്, ലീഗിന്റെ നിലപാടുകളെ ആ നിലയിലേക്ക് സഹായിക്കുവാൻ ഈ സർക്കാർ ശ്രമിക്കുമോ എന്നുള്ളത് കണ്ടറിയണമെന്നും വെള്ളാപ്പള്ളി വിമർശനത്തിന്റെ ഭാഗമായി സൂചിപ്പിക്കുന്നു. ശ്രീജ. ശരി അജയൻ, എന്തായാലും ലീഗിനെതിരെയുള്ള വിമർശനം വെള്ളാപ്പള്ളി നടേശൻ നിർത്തുന്നില്ല. മുസ്ലിം ലീഗിനെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ നിന്നും കടന്നാക്രമിച്ചിരിക്കുന്നു. അത് മലബാർ കലാപവും മാറാടും മറക്കില്ല എന്ന തലക്കെട്ടിൽ യോഗനാഥം എഡിറ്റോറിയലിലൂടെയാണ്. വിവരങ്ങളുമായി ചേരുകയായിരുന്നു അജയ് നാഥ്.